അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീൻ ബിദിനില്ലാഹി അമ്മാ ബഅദ്. ഓഡിയൻസ്, ആർ യു റെഡി? നിങ്ങളാണ് എൻ്റെ ഊർജം, നിങ്ങളാണ് എൻ്റെ ഫ്യൂവൽ. അതുകൊണ്ട് ഈ യന്ത്രം അവസാനം വരെ ഓടണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം. അപ്പൊ നമുക്ക് തുടങ്ങിയല്ലേ? ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് വാരൻ ബുഫറ്റിന്റെ ഒരു വമ്പൻ കോഴ്സ് ഉണ്ട്. കോഴ്സ് ഇതാണ്: there will be obstacles, there will be doubts, there will be mistakes, but with the hard work there are no limits. അതെ, ഇനി നമ്മള് ഹാർഡ് വർക്കിനെ ഒന്ന് റീഡിഫൈൻ ചെയ്യാൻ പോകണം. വാരൻ ബുഫറ്റ് പറഞ്ഞ പോലെ തന്നെ ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ എന്തുണ്ടായിരിക്കും, നമ്മൾ ആളുകൾ സംശയിക്കും. ചിലപ്പോൾ നമ്മൾ ആ കാര്യം ചെയ്യുമ്പോൾ നമ്മളോട് നീ അതിന് ആപ്റ്റ് അല്ല. ഇങ്ങനെയുള്ള ഈ സംശയങ്ങളായിരിക്കും നമ്മളെ പലപ്പോഴും പിടിച്ചു നിർത്തുന്നത്. കാരണം എന്താണ്, നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ പല ആളുകളും ചിലപ്പോൾ നമ്മുടെ ചിന്ത പോലും നമുക്ക് അതിനെതിരായിരിക്കും. കാരണം എന്താണെന്നറിയോ, നമ്മുടെ ചിന്ത എന്ന് പറയുന്നത് അതാണ് എല്ലാം. നമ്മുടെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനൊരു ലിമിറ്റേഷൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ലിമിറ്റേഷൻ നമ്മൾ ആദ്യം എന്താക്കണം, മറികടക്കണം. അപ്പൊ ആ ലിമിറ്റേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ മൈൻഡ് സെറ്റിൽ നമ്മൾ വരച്ചു വെച്ചിട്ടുള്ള ആ ഒരു മൈൻഡ് സെറ്റിനെ അത് നമ്മൾ മറിച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യത്തെ നമ്മളെ ലിമിറ്റേഷൻസിനെ നമ്മൾ ഓവർകം ചെയ്ത് കഴിഞ്ഞു. അപ്പൊ നമ്മൾ ആ ഓവർകം ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? We have to really believe in ourselves. നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയും. എന്നെ കൊണ്ട് പാട്ട് പാടാൻ സാധിക്കും, എന്നെ കൊണ്ട് പ്രസംഗിക്കാൻ കഴിയും. പക്ഷെ ചിലപ്പോൾ ആളുകൾ പറയും, you not for qualified this, you are not apt for this, you are not nothing, you are useless, നിന്നെ കൊണ്ട് ഒരു വസ്തു പറ്റൂല എന്ന് പറഞ്ഞ് നമ്മളെ തള്ളിക്കളയുന്നവരുണ്ടാകും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു പക്ഷെ നമ്മുടെ ഫാമിലിയിൽ പോലും വില ഉണ്ടാവില്ല, നമ്മളെ ബിസിനസ് പൊട്ടി നമ്മളെ ഫ്രണ്ട്സിന്റെ ഇടയിൽ വരെയില്ല, ഒരാളെടുത്ത് നമുക്ക് വില ഉണ്ടാവില്ല. അവസാനം നമ്മൾ എടുക്കുന്ന ഒരു തീരുമാനമുണ്ട്, എന്താ? ആത്മഹത്യ ചെയ്യും ചിലർ. We call this point suicide point. Don't do that. Don't do full stop. We have to another step, and the first step and most step. നിങ്ങളെന്ന ജീവിതം അവസാനിച്ചിട്ടില്ല, നിങ്ങളെന്ന പുസ്തകം അവസാനിച്ചിട്ടില്ല, നിങ്ങളെന്ന ആ ചരിത്രം തീർന്നിട്ടില്ല. നിങ്ങളുടെ ചരിത്രം അറിയാത്ത ചിലരുടെ വ്യാമോഹം മാത്രമാണ്. അതുകൊണ്ട് എന്നെ കൊണ്ട് സാധിക്കില്ല എന്ന് പറഞ്ഞവരുടെ മുമ്പിൽ, എന്നെ കൊണ്ട് പാട്ട് പാടാൻ അറിയില്ല എന്ന് പറഞ്ഞവരുടെ മുമ്പിൽ, എനിക്ക് പ്രസംഗിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞവരുടെ മുമ്പിൽ ഒരു ദിവസമെങ്കിലും വരണം. അവർക്ക് നമ്മൾ മറുപടി കൊടുക്കരുത്, മറിച്ച് നമ്മൾ കാണിച്ചു കൊടുക്കണം. അതിനേക്കാൾ വലിയ റിവെഞ്ച് എന്താണുള്ളത്? അതാണ് നമ്മുടെ റിവെഞ്ച്. അതുകൊണ്ട് നമ്മൾ മറുപടിയല്ല കൊടുക്കേണ്ടത്, മറിച്ച് നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുക്കണം. Just one say what others say, you cannot do that. ഒരു വട്ടം നിങ്ങൾ ചെയ്താൽ മതി, പിന്നെ നിങ്ങളോട് ആരും കളിയാക്കൂല, നിങ്ങൾ ആരും മൈൻഡ് പോലും ചെയ്യില്ല. അപ്പൊ ഈ ഒരു മൈൻഡ് സെറ്റ് നമ്മൾ എങ്ങനെ എടുക്കണം? ഈ ഒരു അറ്റൻഷൻ നമ്മൾ എങ്ങനെ തെളിയിക്കണം? വിത്ത് പേഷ്യൻസ്. നമ്മൾ ക്ഷമിക്കണം. കാര്യങ്ങൾ ഈസി അല്ല, നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരിക്കലും നമുക്ക് കാര്യം കിട്ടൂല. കാരണം ചില കാര്യങ്ങൾ നമ്മുടെ കൈവലല്ല. We don't want things fast. We have to really believe the process. അതിന് നമ്മൾ കാത്തു നിൽക്കണം. ആ കാത്തു നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഇമോഷൻസിനെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ കഴിയണം. അല്ലെങ്കിൽ എന്താ ഉണ്ടാവുക? നമ്മുടെ ഇമോഷൻസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ ബാക്കിയുള്ളവരുടെ കൈകളുടെ പാവയാവുള്ളൂ. അതുകൊണ്ട് just face today. ഇന്നത്തെ കാര്യം നമ്മൾ ഇന്ന് ചെയ്യാൻ നോക്കുക. നാളത്തേക്ക് നമ്മൾ എന്താക്കരുത്, അതിനെ മാറ്റി വെക്കരുത്. അതാണ് ഉള്ളത്. ഇന്ന് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന് വളരെ വൃത്തിയായി ചെയ്യുക. നാളത്തേക്ക് നമ്മൾ മാറ്റാൻ പാടില്ല. കാരണം ഇന്ന് കിട്ടിയ അതേ സമയം, ഇന്ന് കിട്ടിയ അതേ 24 മണിക്കൂർ, ഇന്ന് കിട്ടിയ അതേ മിനിറ്റ്, ഇന്ന് കിട്ടിയ അതേ സെക്കൻഡ്, ഇന്ന് കിട്ടിയ അതേ മൈക്രോ സെക്കൻഡ്, അത് തന്നെയാണോ എനിക്ക് നാളെ ലഭിക്കുന്നത്? ഇന്ന് ഫേസ് ചെയ്ത അതേ ഞാൻ, അത് തന്നെയാണ് നാളെയും ഞാൻ ഫേസ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് സമയത്തെ നമ്മൾ വില മതിക്കണം. സമയം എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. കാരണം ഒരു വർഷത്തിന്റെ വില നിങ്ങൾക്ക് അറിയോ? ഒരു വർഷത്തിന്റെ വില എന്ന് പറഞ്ഞാൽ അറിയോ?
നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഒരു വർഷം തോറ്റവരുണ്ടോ? 1ാം ക്ലാസ്, 2ാം ക്ലാസ്, ഇല്ലേ? അതെ, തോറ്റൊരു കുട്ടിയോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ, ഒരു വർഷത്തിന്റെ വില, ഒരു മാസത്തിന്റെ വില നിങ്ങൾക്ക് അറിയണം. ഒരു മാസം തികയാത്ത കുഞ്ഞിന്റെ അമ്മയോട് നിങ്ങൾ ചോദിച്ചു നോക്ക്, ഒരാഴ്ചയുടെ വില നിങ്ങൾക്ക് അറിയണം. ഒരാഴ്ച പതിപ്പിന്റെ എഡിറ്ററോട് നിങ്ങൾ ചോദിച്ചു നോക്ക്, ഒരു ദിവസത്തിന്റെ വില നിങ്ങൾക്ക് അറിയണം. ഒരു കൂലിപ്പണിക്കാരനോട് നിങ്ങൾ ചോദിച്ചു നോക്ക്, ഒരു മണിക്കൂറിന്റെ വില നിങ്ങൾക്ക് അറിയണം. കാണാൻ ആഗ്രഹിക്കുന്ന കമിതാക്കളോട് നിങ്ങൾ ചോദിച്ചു നോക്ക്, ഒരു മിനിറ്റിന്റെ വില നിങ്ങൾക്ക് അറിയണം. ട്രെയിൻ മിസ്സായ ഒരാളോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ, ഒരു സെക്കൻഡിന്റെ വില നിങ്ങൾക്ക് അറിയണം. ജസ്റ്റിന് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരാളോട് നിങ്ങൾ ചോദിച്ചു നോക്ക്, ഒരു മൈക്രോ സെക്കൻഡിന്റെ വില നിങ്ങൾക്ക് അറിയണം. അറിയണമെങ്കിൽ ഒളിമ്പിക്സിൽ വെള്ളി മെഡൽ കിട്ടിയ ഒരാളോട് നിങ്ങൾ ചോദിച്ചു നോക്ക്. കാരണം സമയം അത്രയും പ്രാധാന്യമുള്ളതാണ്. അതുകൊണ്ട് സമയത്തെ നമ്മൾ വില മതിക്കണം. ഞാൻ അവസാനം നമ്മൾ ഈ മോട്ടിവേഷൻ സ്പീച്ച് സ്റ്റാർട്ട് ചെയ്തപ്പോൾ വാരൻ ബുഫറ്റിന്റെ ഒരു വമ്പൻ കോഴ്സ് കൊണ്ടാണ് നമ്മൾ തുടങ്ങിയത്. അതുപോലെ തന്നെ വാരൻ ബുഫറ്റിന്റെ ഒരു നല്ല കോഴ്സ് കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. അദ്ദേഹം പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ, I have learned from my life nothing have come from with the hard work and the patience. ഒരു കാര്യവും നമ്മളെ ഹാർഡ് വർക്കിലല്ലാതെ നമുക്ക് ലഭിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഹാർഡ് വർക്ക് വേണം. ഈ കാര്യം നമ്മുടെ മനസ്സിൽ വെച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങണം, ജീവിച്ചു തുടങ്ങണം. ഇന്ന് മുതൽ നമ്മൾ ജീവിച്ചു തുടങ്ങണം. നാളത്തേക്ക് മാറ്റി വെക്കരുത്. നിങ്ങളുടെ സ്വപ്നത്തെ നിങ്ങൾ കാണുക. റെസ്പെക്ട് യുവർ ഗോൾ. അതുകൊണ്ട് യൂട്യൂബിൽ സമയം കളയുന്നത് നിങ്ങൾ നിർത്തുക. ഡോണ്ട് സ്ക്രോളിംഗ് ഇൻ ദ യൂട്യൂബ്. അതുപോലെ തന്നെ ഫേസ്ബുക്ക് ആവട്ടെ, ഇൻസ്റ്റഗ്രാം ആവട്ടെ, നിങ്ങൾ അതിനെ ഒഴിവാക്കി റെസ്പെക്ട് യുവർ ഡ്രീം and start your life with the patience and stay strong. Okay, thank you.